എല്ലാവർക്കും നമസ്കാരം. ഇന്റൽ ലെസന്റെ പുതിയൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് UGC നെറ്റ് പേപ്പർ 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി റിലേറ്റ് ചെയ്തുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ വർക്കൗട്ടാണ്. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻസും കൂടി നമ്മൾ പറഞ്ഞു പോകും. ഡീറ്റെയിൽ ആയിട്ട് ആ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യന്റെ ആൻസർ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലേണിംഗ് ഡിസബിലിറ്റീസ് മേ ഒക്കർ ഡ്യൂ ടു ഓൾ ഓഫ് ദ ഫോളോയിങ് എക്സെപ്റ്റ് കൾച്ചറൽ ഫാക്ടേഴ്സ്, സെറിബ്രൽ ഡിസ്ഫങ്ഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവയിലെല്ലാം പഠന ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാം. ഇല്ലേ? താഴെ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻസിൽ ചിലതൊക്കെ പഠന ബുദ്ധിമുട്ടുകൾക്ക് കാരണമായേക്കാവുന്നതാണ്. ഇല്ലേ? അത് ഈ താഴെ പറയുന്നതിൽ അതല്ലാത്തത്, അതിനകത്ത് ഒഴിവാക്കാൻ കഴിയുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിക്കേ, കൾച്ചറൽ ഫാക്ടർ ഉണ്ട്, സെറിബ്രൽ ഡിസ്ഫങ്ഷൻ, ഇമോഷണൽ ഡിസ്റ്റർബൻസ് ആൻഡ് ബിഹേവിയറൽ ഡിസ്റ്റർബൻസ്. അപ്പോൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്താണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. എന്താ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ? ലേണിംഗ് ഡിസബിലിറ്റീസ് ആർ ന്യൂറോളജിക്കൽ ഇൻ നേച്ചർ, മീൻസ് ദേ ആർ കോസ്ഡ് ബൈ പ്രോബ്ലംസ് ഇൻ ദി ബ്രെയിൻ ഫങ്ഷൻസ്, ദാറ്റ് ഈസ് സെറിബ്രൽ ഡിസ്ഫങ്ഷൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? മസ്തിഷ്കത്തിലെ പ്രവർത്തനത്തിലെ വ്യത്യാസം കൊണ്ടുള്ള ഒരു പഠന പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. മസ്തിഷ്കത്തിലെ പ്രവർത്തനത്തിലെ വ്യത്യാസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു പഠന പ്രശ്നമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അതായത് പഠിക്കാൻ, എഴുതാൻ അല്ലെങ്കിൽ വായിക്കാൻ, അതേപോലെ തന്നെ വിവരങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇല്ലേ? എന്നാൽ വളരെ ബുദ്ധിമാനായ കുട്ടിക്കും വായനയിലോ ഗണിതത്തിലോ തടസ്സം അനുഭവപ്പെടുന്നതിനെയാണ് നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി. അത് ബുദ്ധിമാനായ കുട്ടിക്കും എന്ത് വരാം? ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാം. അതൊരു എക്സാമ്പിൾ പറഞ്ഞാണ്. ഇപ്പോൾ ബുദ്ധിമാനായ കുട്ടിക്കും എന്ത് വരാം? വായിക്കാനോ എഴുതാനോ ഒക്കെ ലേണിംഗ് ബുദ്ധിമുട്ടുണ്ടാകാം, ഡിസബിലിറ്റി ഉണ്ടാകാം. അത് മെയിനായിട്ട് ഓർക്കുക. അപ്പോൾ നമ്മൾ സെറിബ്രൽ ഡിസ്ഫങ്ഷൻ അതിൽ നിന്ന് അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഇതിനകത്തുനിന്ന് എലിമിനേറ്റ് ചെയ്യാം. ഇല്ലേ? സെറിബ്രൽ ഡിസ്ഫങ്ഷൻ അല്ല ഇവിടുത്തെ ആൻസർ. പിന്നെ കിടക്കുന്നത് കൾച്ചറൽ ഫാക്ടേഴ്സും ഇമോഷണൽ ഡിസ്റ്റർബൻസും ബിഹേവിയറൽ ഡിസ്റ്റർബൻസുമാണ്. ഇനി നോക്കുക, ഇമോഷണൽ ഡിസ്റ്റർബൻസും ബിഹേവിയറൽ ഡിസ്റ്റർബൻസും എടുത്തേ. എന്താണ്? ഈ രണ്ട് കാര്യങ്ങളും കൊണ്ടും ലേണിംഗ് ഡിസബിലിറ്റീസ് സംഭവിക്കാം. അങ്ങനെ സംഭവിക്കാറുണ്ട്. എന്നാൽ അതൊരു റൂട്ട് കോസ് അല്ല, മൂല കാരണമല്ല. എന്നാൽ ചില സമയങ്ങളിൽ അത് സംഭവിക്കാറുമുണ്ട്. അപ്പോൾ അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്? കൾച്ചറൽ ഫാക്ടേഴ്സ് ആണ്. മനസ്സിലായോ? ഏതാണ്? കൾച്ചറൽ ഫാക്ടേഴ്സ്. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു മീൻസ് നാഡി പ്രശ്നമാണെന്ന് പറഞ്ഞു. അല്ലേ? നാഡിയുടെ പ്രശ്നമാണ്, നാഡി പ്രശ്നമാണ്. അപ്പോൾ കൾച്ചറൽ ഫാക്ടേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇത് ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണമാകില്ല. ഓക്കെ ആണോ? അപ്പോൾ അതാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്, ഓപ്ഷൻ 1 cannot be learning disabled. Option 2 need support not ordinarily provided by the school, can manage their students without a teacher, can be good models for other students. അപ്പോൾ എന്താണ്? പഠന പ്രശ്നത്തെ കുറിച്ച് ഗിഫ്റ്റഡ് സ്റ്റുഡൻസിനെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെ? ഗിഫ്റ്റഡ് സ്റ്റുഡൻസ്. അപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ്? കനോട്ട് ബി ലേണിംഗ് ഡിസേബിൾഡ്. കനോട്ട് ബി ലേണിംഗ് ഡിസേബിൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? പഠന പ്രശ്നമുള്ളവരാകാൻ കഴിയില്ല. പഠന പ്രശ്നമുള്ളവരാകാൻ കഴിയില്ല. നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? സ്കൂളിൽ സാധാരണയായി നൽകാത്ത പിന്തുണ ആവശ്യമുണ്ട്. പിന്നെ ക്യാൻ മാനേജ് ദെയർ സ്റ്റഡീസ് വിതൗട്ട് എ ടീച്ചർ. എന്താണ്? ടീച്ചർ ഇല്ലാതെ തന്നെ അവരുടെ സ്റ്റഡീസ് അവർക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ക്യാൻ ബി ഗുഡ് മോഡൽസ് ഫോർ അതർ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ മറ്റുള്ള കുട്ടികൾക്ക് മാതൃകയാകാൻ കഴിയും. ഇല്ലേ? അപ്പോൾ ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ഈ താഴെ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ എന്താണ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്? ഏതായിരിക്കും? നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ ആണോ? അതേപോലെ എന്താണ്? കനോട്ട് ബി ലേണിംഗ് ഡിസേബിൾഡ് ആണോ? അടുത്ത ക്യാൻ മാനേജ് ദെയർ സ്റ്റഡീസ് ആണോ? ക്യാൻ ബി ഗുഡ് മോഡൽസ് ഫോർ അതർ സ്റ്റുഡൻസ് ആണോ? എന്തായിരിക്കാം? ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ആരാണ് മക്കളെ? ഗിഫ്റ്റഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയുള്ള കുട്ടികളാണ് അവരെന്ന് പറയുന്നത്? they are those with high intelligence, creativity or special talents. They learn faster and need special support. അവർക്ക് എന്ത് വേണം? സ്പെഷ്യൽ സപ്പോർട്ട് വേണം. ഇല്ലേ? ആൻഡ് ചലഞ്ചിങ് ആക്ടിവിറ്റീസ് ബിയോണ്ട് ദി നോർമൽ സ്കൂൾ പ്രോഗ്രാം.
അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ് സാധാരണ കുട്ടികളെ പോലെ ആകാൻ പാടില്ല. സാധാരണ കുട്ടികളെ പോലെയുള്ള കാര്യങ്ങൾ കൊടുത്താൽ ഇവരുടെ കഴിവുകൾ അത്ര എന്താണ് അതിന്റെ ഫുൾ പൊട്ടൻഷ്യലിൽ എത്തില്ല. അവർക്ക് എന്തുണ്ടാകും? അങ്ങനെ സാധാരണ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവരുടെ ഇൻട്രസ്റ്റ്, പഠനത്തിലുള്ള ഇൻട്രസ്റ്റ് അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ എന്താണ്? അവർക്ക് വളരെയധികം ഇന്റലിജൻസ് ഉണ്ടായിരിക്കും, ക്രിയേറ്റിവിറ്റി ഉണ്ടായിരിക്കും, സ്പെഷ്യൽ ടാലൻസ് ഒക്കെ ഉള്ള കുട്ടികളെയാണ് നമ്മൾ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഓപ്ഷനിൽ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? നീഡ് സപ്പോർട്ട് നോട്ട് ഓർഡിനറിലി പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. ഇല്ലേ, സാധാരണ സ്കൂളിൽ സാധാരണ കുട്ടികൾക്ക് കൊടുക്കാത്ത കാര്യങ്ങളും കൂടി, അല്ലെങ്കിൽ അവർക്ക് അവരുടെ രീതിയിലല്ല അവരെ ട്രീറ്റ് ചെയ്യേണ്ടത്. പിന്നെ എങ്ങനെയാണ് കുറച്ചുകൂടി ഇതായിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കണം. ഇല്ല, അവരുടെ ബുദ്ധിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ അവർക്ക് കൊടുക്കണം. അതാണ് ഈ പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണെന്ന് കരുതുന്നു. ദെൻ giftedness is due to നോക്കിയേ, സൈക്കോ സോഷ്യൽ ഫാക്ടേഴ്സ്, ജനറ്റിക് മേക്കപ്പ്, എൻവയോൺമെന്റൽ മോട്ടിവേഷൻ, കോമ്പിനേഷൻ ഓഫ് 2 and 3. എന്താണ് ഗിഫ്റ്റഡ്നെസ് ഉണ്ടാകുന്നത്? താഴെ തന്നിരിക്കുന്ന എന്ത് കാര്യം കൊണ്ടാണ്? സൈക്കോ സോഷ്യൽ ഫാക്ടർ ആണോ, ജനറ്റിക് മേക്കപ്പ് ആണോ, എൻവയോൺമെന്റൽ മോട്ടിവേഷൻ ആണോ, കോമ്പിനേഷൻ ഓഫ് 2 and 3? അപ്പോൾ ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കോ സോഷ്യൽ ഫാക്ടർ അറിയാലോ, സാമൂഹിക ഘടകങ്ങൾ. ജനറ്റിക് മേക്കപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? ജനിതക ഘടന. പിന്നെ എൻവയോൺമെന്റൽ മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ പരിസ്ഥിതി പ്രേരണ. പിന്നെ എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 and 3, അതായത് ജനിതക ഘടനയും എൻവയോൺമെന്റൽ മോട്ടിവേഷനും. എങ്ങനെയാണ് ഗിഫ്റ്റഡ്നെസ് സംഭവിക്കുന്നത്? എപ്പോഴാണ്? ഗിഫ്റ്റഡ്നെസ് ഈസ് ദ റിസൾട്ട് ഓഫ് ബോത്ത് ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. ഇല്ലേ, ഹെറിഡിറ്റിയും ഉണ്ടാകും, അതോടൊപ്പം തന്നെ എന്താണ് അതിനുള്ള എൻവയോൺമെന്റും കൂടി ആകുമ്പോഴാണ് ഗിഫ്റ്റഡ്നെസ് സംഭവിക്കുന്നത്. ഇല്ലേ, കാരണം കുട്ടിക്ക് ജന്മസിദ്ധമായിട്ടുള്ള ബുദ്ധിയോ പ്രതിഭയോ ഉണ്ടായിരിക്കാം, പക്ഷെ അതിനെ വളർത്തണമെങ്കിൽ, അതിനെ ഒന്ന് പരിപോഷിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കണം. പിന്നെ എന്താണ്? പ്രോത്സാഹനം കൊടുക്കണം. അനുയോജ്യമായ അവസരവും നൽകിയെങ്കിൽ മാത്രമേ അത് എങ്ങനെയാകൂ? ഈ ഗിഫ്റ്റഡ്നെസ് പരിപോഷിക്കപ്പെടുകയുള്ളൂ. ഇല്ലേ? അപ്പോൾ giftedness is not just born, it is a combination of genetic makeup and environmental motivation. Okay, or it is a combination of natural ability and environmental encouragement എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് 2 and 3 ആണ്. Then next question, the term curriculum in the field of education refers to the term curriculum in the field of education refers to evaluation process, text material to be used in the class, methods of teaching and the content to be taught, overall program of the school which students experience on a day-to-day basis. എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ? എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതായത് വിദ്യാഭ്യാസ മേഖലയിൽ കരിക്കുലം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തെന്നാണ്? അല്ലെ, വിദ്യാഭ്യാസ മേഖലയിൽ കരിക്കുലം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്ത്? ഇവാലുവേഷൻ പ്രോസസ് ആണോ? ടെക്സ്റ്റ് മെറ്റീരിയൽ യൂസ്ഡ് ടു ബി യൂസ്ഡ് ഇൻ ദ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളാണോ? അല്ലെങ്കിൽ എന്താണ്? മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ആൻഡ് കണ്ടന്റ് ടു ബി ടോട്ട്. ഇല്ലേ, അതായത് നമ്മൾ പഠിപ്പിക്കേണ്ട വിഷയങ്ങളോ അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളാണോ? പഠിപ്പിക്കേണ്ട വിഷയങ്ങളും അതുപോലെ പഠന രീതികളുമാണോ? പിന്നെ എന്താണ്? ഓവറോൾ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ വിച്ച് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്കൂളിന്റെ വിദ്യാർത്ഥികൾ ദിനം പ്രതി അനുഭവിക്കുന്ന സ്കൂളിന്റെ സമഗ്രമായിട്ടുള്ള ഒരു പരിപാടിയാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇത്? നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും കരിക്കുലം എന്ന് പറയുന്നത്. The term curriculum means everything that students experience in school, not just a textbook or subject. It includes all activities both inside and outside the classroom. It is the total learning experience provided by the school. എന്താണ്? സ്കൂൾ നൽകുന്ന ആകെ അല്ലെ മൊത്തത്തിലുള്ള പഠന അനുഭവത്തെയാണ് നമ്മൾ കരിക്കുലം എന്ന് പറയുന്നത്. അപ്പോൾ ഏതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്? ഓവറോൾ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ വിച്ച് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. കേട്ടോ, അപ്പൊ കരിക്കുലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. ഇറ്റ് ഈസ് ദ ടോട്ടൽ ലേണിംഗ് എക്സ്പീരിയൻസ് പ്രൊവൈഡഡ് ബൈ ദ സ്കൂൾ. ഓക്കെ, അതാണ്
അപ്പോൾ ഏത് വരും ആൻസർ? ഓവറോൾ പ്രോഗ്രാം ഓഫ് ദ സ്കൂൾ വിച്ച് സ്റ്റുഡൻസ് എക്സ്പീരിയൻസ് ഓൺ എ ഡേ ടു ഡേ ബേസിസ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൈൻഡ് മാപ്പിംഗ് റെഫേഴ്സ് ടു. എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ മൈൻഡ്, റിസർച്ചിങ് ദ ഫങ്ഷനിങ് ഓഫ് ദ മൈൻഡ്, എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ, എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആൻ അഡ്വെഞ്ചർ. നോക്കിക്കേ, ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ മൈൻഡ്, മനസ്സിന്റെ ചിത്രം വരയ്ക്കുന്നതാണോ? അതല്ലെങ്കിൽ എന്താണ് റിസർച്ചിങ് ദ ഫങ്ഷൻ ഓഫ് ദ മൈൻഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? മൈൻഡിന്റെ പ്രവർത്തനം സംബന്ധിച്ച് ഗവേഷണം നടത്തുന്നതാണോ? എ ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ, ധാരണ അല്ലെ മനസ്സിലാക്കൽ എന്ന കഴിവ് വർദ്ധിപ്പിക്കുന്ന ഒരു രീതിയാണോ? എ പ്ലാൻ ഓഫ് ആക്ഷൻ ഫോർ ആൻ അഡ്വെഞ്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു സാഹസിക പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ആക്ഷൻ പ്ലാൻ ആണോ എന്നാണ് ചോദ്യം. എന്താണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ്? നമുക്ക് മൈൻഡ് മാപ്പിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇറ്റ് ഈസ് എ ടെക്നിക് യൂസ്ഡ് ടു ഓർഗനൈസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇൻഫർമേഷൻ ബെറ്റർ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു പഠന രീതിയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് ഒരു പഠന രീതിയാണ്. വിവരങ്ങൾ മനസ്സിലാക്കാനും ഓർക്കാനും എളുപ്പം ആക്കുന്ന ഒരു പഠന രീതിയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു മെയിൻ ഐഡിയ ഉണ്ടായിരിക്കും, ഒരു കേന്ദ്ര ആശയം ഉണ്ടായിരിക്കും, ഇല്ലേ? ഇതിനെ ചുറ്റി എന്ത് ചെയ്യുന്നു? ചില വാക്കുകൾ, നിറങ്ങൾ അല്ലെങ്കിൽ ബ്രാഞ്ചസ്, ചില്ലകളൊക്കെ ഉപയോഗിച്ച് വിവരങ്ങളെ ദൃശ്യമായി ചിത്രീകരിക്കുന്നതിനെയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് നമ്മൾ പറയുന്നത്. കൺസെപ്റ്റ് മാപ്പിംഗ് ഇല്ലേ? കൺസെപ്റ്റ് മാപ്പിംഗ്, അത് തന്നെ സംഭവം. അപ്പോൾ ഒരു മെയിൻ ആയിട്ടൊരു സംഭവം ഉണ്ടായിരിക്കും, ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരിക്കും, ഇല്ലേ? അപ്പോൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് മെയിൻ ഒരു കൺസെപ്റ്റാണ്. അതിനെ ചുറ്റിക്കൊണ്ട് എന്താണ് മറ്റ് കാര്യങ്ങൾ വരുന്നത്? അതായത് അതിന്റെ കോസസ്, ചിലപ്പോൾ എൻവയോൺമെന്റിന്റെ പൊല്യൂഷൻ ആയിരിക്കും, എൻവയോൺമെന്റൽ പൊല്യൂഷൻ ആണെന്നിരിക്കട്ടെ ഒരു മെയിൻ കോൺസെപ്റ്റ് അല്ല ഐഡിയ എന്ന് പറയുന്നത്. അതിനെ ചുറ്റിക്കൊണ്ട് അതിന്റെ കോസസ്, അതേപോലെ തന്നെ എന്താണ് അതിന്റെ എഫക്ട്സ്, പിന്നീട് അതിന്റെ സൊല്യൂഷൻസ്, ഇതൊക്കെ. അപ്പൊ മെയിൻ ആയിട്ട് ഒരു ഐഡിയ ഉണ്ട്, അതിനെ ചുറ്റി നമ്മളിങ്ങനെ ബ്രാഞ്ച് കൊടുത്തിട്ട് എന്താണ് പദസൂര്യൻ നമ്മൾ കൊച്ചിലൊക്കെ ചെയ്യത്തില്ല സ്കൂളുകളിൽ, കൺസെപ്റ്റ് മാപ്പിംഗ്, അതാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു പഠന രീതിയാണ്. വിവരങ്ങളെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നന്നായി ഓർത്തെടുക്കാനും കഴിയുന്ന ഒരു പഠന രീതിയാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്, ഇല്ലേ? അപ്പൊ ഇതെന്താണ്? ഇതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും? മനസ്സിലാക്കാൻ എളുപ്പമാണ്, അല്ലെ മനസ്സിലാക്കൽ കഴിവ് എൻഹാൻസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ കോംപ്രിഹെൻഷൻ അല്ലെ ധാരണ വർദ്ധിപ്പിക്കുന്ന ഒരു ടെക്നിക്കാണ് മൈൻഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെ? ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ, ടെക്നിക് ടു എൻഹാൻസ് കോംപ്രിഹെൻഷൻ. ഓക്കെ ആണല്ലോ? Next question. According to Lev Vygotsky, dash facilitates cognitive processes among children. Negative reinforcement, competition, language, genetic disposition. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടിയിലെ ഭൗതിക പ്രക്രിയകൾ വളരാൻ സഹായിക്കുന്ന ഘടകം ഏതെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ആൻസർ നിങ്ങൾക്ക് അറിയാം, ഇല്ലേ? എന്താണെന്നുള്ളത് അറിയാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് വൈഗോട്സ്കി ഇതിനെക്കുറിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് മനസ്സിലാക്കാം. അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, ലാംഗ്വേജ് പ്ലേസ് എ കീ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കൊഗ്നിറ്റീവ് പ്രോസസ്. അപ്പൊ എന്താ പറഞ്ഞിരിക്കുന്നത്? കുട്ടിയുടെ കൊഗ്നിറ്റീവ് പ്രോസസ്സ്, ഭൗതിക പ്രക്രിയ വളരുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ ഡെവലപ്മെന്റിൽ ലാംഗ്വേജിന് വളരെ വലിയൊരു റോളുണ്ട്, ഇല്ലേ? ചിൽഡ്രൻ യൂസ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്, തിങ്ക് അലൗഡ് ആൻഡ് ഇന്റേണലൈസ് നോളജ്. പിന്നെ വൈഗോട്സ്കി പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താണ്? ഹി സെഡ് ദാറ്റ് ചിൽഡ്രൻസ് സ്പീച്ച് ഡെവലപ്പ് ഫ്രം സോഷ്യൽ സ്പീച്ച്, ഈഗോസെൻട്രിക് ഓർ പ്രൈവറ്റ് സ്പീച്ച്, ദെൻ ഇന്നർ സ്പീച്ച്, ഇല്ലേ? ഷോയിങ് ഹൗ ലാംഗ്വേജ് ബിക്കംസ് തോട്ട്സ്. അപ്പോൾ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ എന്താണ്? കുട്ടികളിൽ 3 തരത്തിലുള്ള സ്പീച്ചാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? സോഷ്യൽ സ്പീച്ച് ഓർ പബ്ലിക് സ്പീച്ച്, അവർ മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. പിന്നീട് എന്താണ്? അടുത്തെന്ന് പറയുന്ന പ്രൈവറ്റ് സ്പീച്ച് ഓർ ഈഗോസെൻട്രിക് സ്പീച്ച് എന്ന് പറയും, രണ്ടാമത്തത്. അവർ കളിക്കുന്ന കൂട്ടത്തിലൊക്കെ സ്വയം സംസാരിക്കുന്നത്. ദെൻ മൂന്നാമത്തതാണ് ഏത്? ഇന്നർ സ്പീച്ച്, അതായത് ചിന്തിച്ചു കാര്യം പറയുക, മനസ്സിലായോ? അതാണ് ചിന്താപൂർവ്വം സംസാരിക്കുക, അല്ലെങ്കിൽ അകമേ സംസാരിക്കുക, അതാണ്. അപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ആദ്യം പറഞ്ഞത് പബ്ലിക് സ്പീച്ച് അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സ്പീച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ 3 തരം ഭാഷണമാണ് നടക്കുന്നത്. ഏതൊക്കെയാണ്? സോഷ്യൽ സ്പീച്ച് അല്ലെങ്കിൽ പബ്ലിക് സ്പീച്ച് എന്ന് പറയും. രണ്ടാമത്തത് പ്രൈവറ്റ് സ്പീച്ച് ആണ് അല്ലെങ്കിൽ ഈഗോസെൻട്രിക് സ്പീച്ച് എന്ന് പറയും. മൂന്നാമത്തത് ഇന്നർ സ്പീച്ച് കേട്ടോ, ഇന്നർ സ്പീച്ച്. അപ്പോ അതിൽ ആദ്യം പറഞ്ഞത് എന്താണ്? സോഷ്യൽ സ്പീച്ച്, അത് മറ്റുള്ളവരോട് സംസാരിക്കുന്നതാണ്. ഇവിടെ ഉദാഹരണമാണ് ആയിട്ട് പറയാനാണെങ്കിൽ, അമ്മേ ഞാൻ കളിപ്പാട്ടം ഉണ്ടാക്കി എന്ന് പറയുന്നത്
മറ്റുള്ളവരോട് സംസാരിക്കുകയാണ്, ഇല്ലേ, അമ്മയോട് സംസാരിക്കുന്നു. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് ഈഗോ സെൻട്രിക് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്പീച്ച്. ഇനി ആ കളിപ്പാട്ടം വെച്ച് കുഞ്ഞ് കളിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവൻ തന്നെ ഇങ്ങനെ വർത്താനം പറയത്തില്ലേ, ഇത് ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോൾ കാര്യം പറയത്തില്ലേ, ഇങ്ങനെ ഇത് ഞാൻ ഇവിടോട്ട് വെച്ച്, ഇനി ഇവൻ ഇങ്ങോട്ട് മാറിയിരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയത്തില്ലേ, കളിപ്പാട്ടം വെച്ച് കളിക്കുമ്പോൾ കുട്ടി തന്നെ. അതാണ് എന്ത്, പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. പിന്നീട് എന്താണ്, പിന്നീട് കുറച്ചുകൂടി അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കിന് മനസ്സിൽ സ്വയം ചിന്തിച്ച് സംസാരിക്കുന്നു. അതാണ് ഇന്നർ സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പൊ കുട്ടി പറയും മനസ്സിൽ നാളെ പരീക്ഷയുണ്ട്, അപ്പോൾ ഇന്ന് ഞാൻ പഠിക്കണം എന്ന് പറയും. മനസ്സിലായോ? അതാണ് വൈഗോട്സ്കി പറയുന്ന ആ ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാമ്പിൾസ് എല്ലാം തന്നെ എങ്ങനെയാണ് കുട്ടിയിൽ സ്പീച്ച് ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതെങ്ങനെ ഗ്രാജുവലി ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാംഗ്വേജിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് വൈഗോട്സ്കി പറയുന്നുണ്ട്. അതുകൊണ്ട് ഏതാണ് ആൻസർ വരേണ്ടത്? ലാംഗ്വേജ്. അക്കോർഡിംഗ് ടു വൈഗോട്സ്കി, ലാംഗ്വേജ് ഫെസിലിറ്റേറ്റ്സ് കോഗ്നിറ്റീവ് പ്രോസസ് എമംഗ് ചിൽഡ്രൻ. അപ്പോൾ ലാംഗ്വേജ് പ്ലേസ് എ കീ റോൾ ഇൻ ദ ഡെവലപ്മെന്റ് ഓഫ് കോഗ്നിറ്റീവ് പ്രോസസ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? വൈഗോട്സ്കി പറഞ്ഞിട്ടുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. To keep students motivated to learn, a teacher should promote dash. എന്താ പറഞ്ഞിരിക്കുന്നത്? വിദ്യാർത്ഥികളിൽ പഠന മോട്ടിവേഷൻ നിലനിർത്താൻ അധ്യാപകൻ പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്താണെന്നാണ് ചോദിക്കുന്നത്, ഇല്ലേ? അപ്പോ മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ ആണോ, എൻറ്റിറ്റി വ്യൂ ഓഫ് എബിലിറ്റി ആണോ, ലേൺ ഹെൽപ്ലെസ്നെസ് ആണോ, കോമ്പറ്റിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണോ, ഇല്ലേ? മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണ പഠന ലക്ഷ്യം എന്ന് പറയാം, അല്ലെങ്കിൽ കൈവശപ്പെടുത്തൽ ലക്ഷ്യം എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ എന്താണ് എൻറ്റിറ്റി വ്യൂ ഓഫ് എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവിനെ സ്ഥിരമായി കാണുന്ന സമീപനം. മനസ്സിലായോ? അടുത്തത് ലേൺ ഹെൽപ്ലെസ്നെസ് എന്ന് പറഞ്ഞാൽ പഠിച്ച അശക്തി എന്നാണ് അതിന്റെ മലയാളം ഇത്. പിന്നെ കോമ്പറ്റിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ മത്സരാത്മക സമീപനം. നോക്കുക, ടു കീപ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ടു ലേൺ, എ ടീച്ചർ ഷുഡ് പ്രൊമോട്ട് ഡാഷ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ആൻസർ വരേണ്ടതെന്ന് പറഞ്ഞാൽ മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ ആണ്. ഏതാണ്? മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ. അതായത് ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാമോ? മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ ഫോക്കസസ് ഓൺ ലേണിംഗ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇംപ്രൂവിംഗ് സ്കിൽസ് റാദർ ദാൻ ജസ്റ്റ് വിന്നിങ് ഓർ ഗെറ്റിംഗ് ഗ്രേഡ്സ്. എന്താണ് ഈ മാസ്റ്ററി ഓറിയന്റഡ് ഗോളിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ? അതായത് ഈ മാസ്റ്ററി ഓറിയന്റഡ് ലക്ഷ്യം എന്നത് വിഷയം ആഴത്തിൽ മനസ്സിലാക്കാനും കഴിവ് വികസിപ്പിക്കാനുമുള്ള ഒരു ഗോളാണ്. മനസ്സിലായോ? വിഷയത്തെ ആഴത്തിൽ മനസ്സിലാക്കാനും കഴിവ് വികസിപ്പിക്കാനുമുള്ള ഒരു ഗോളാണ്. അപ്പൊ ഇവിടെ മാർക്ക് നേടാനോ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ വേണ്ടിയിട്ടല്ല. എന്തിനാണ്? ടു കീപ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ടു ലേൺ, എ ടീച്ചർ ഷുഡ് പ്രൊമോട്ട് മാസ്റ്ററി ഓറിയന്റഡ് ഗേൾ. അപ്പോൾ മാർക്ക് നേടാനോ മറ്റുള്ളവരെ തോൽപ്പിക്കാനോ അല്ല. എക്സാമ്പിൾ പറയാനാണെങ്കിൽ, ഒരു വിദ്യാർത്ഥി എനിക്ക് ഗണിതത്തിൽ എ ഗ്രേഡ് വേണമെന്നല്ല, പകരം എന്താണ്, എനിക്ക് ഗണിതത്തിലെ ആശയം നന്നായി മനസ്സിലാക്കണം എന്ന് ചിന്തിക്കുന്നത് മാസ്റ്ററി ഓറിയന്റഡ് ഗോളിന് ഉദാഹരണമാണ്. മനസ്സിലായോ? അപ്പൊ ഇവിടെ കുട്ടി എന്താ ചിന്തിക്കുന്നത്? എനിക്ക് മാത്സ് എന്ന വിഷയത്തിന് 1ാം സ്ഥാനം കിട്ടണം, അല്ലെ എ ഗ്രേഡ് കിട്ടണം എന്നുള്ളതല്ല. എനിക്ക് മാത്സിന്റെ കാര്യങ്ങളെല്ലാം, ആശയങ്ങളെല്ലാം എനിക്ക് വ്യക്തമായിട്ട് ആ കൺസെപ്റ്റുകളെല്ലാം പഠിക്കാൻ കഴിയണം എന്ന് ചിന്തിക്കുന്നത് മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ ആണ്. അപ്പൊ ടു കീപ് സ്റ്റുഡൻസ് മോട്ടിവേറ്റഡ് ടു ലേൺ, എ ടീച്ചർ ഷുഡ് പ്രൊമോട്ട് മാസ്റ്ററി ഓറിയന്റഡ് ഗോൾ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ വിത്ത് ദ സ്പെഷ്യൽ നീഡ്സ് ഷുഡ് ബി പ്രൊവൈഡഡ്. പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണമെന്നാണ്, ഇല്ലേ? ഇൻ സ്പെഷ്യൽ സ്കൂൾസ്, ബൈ സ്പെഷ്യൽ ടീച്ചേഴ്സ് ഇൻ സ്പെഷ്യൽ സ്കൂൾസ്, അലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ബൈ മെത്തേഡ്സ് ഡെവലപ്ഡ് ഫോർ സ്പെഷ്യൽ ചിൽഡ്രൻ ഇൻ സ്പെഷ്യൽ സ്കൂൾ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്, ഇല്ലേ? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം, ഇല്ലേ? നമ്മുടെ മോഡേൺ എഡ്യൂക്കേഷൻ എന്താ പറയുന്നത്? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്തുകൊണ്ടാണ്? കാരണം വേർ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് ലേൺ ടുഗദർ വിത്ത് നോർമൽ ചിൽഡ്രൻ ഇൻ ദ സെയിം ക്ലാസ് റൂം, ഇല്ലേ? എങ്ങനെയായിരിക്കണം? മറ്റു കുട്ടികളോടൊപ്പം തന്നെ അവരെ ഇരുത്തി നോർമൽ ക്ലാസ് റൂം സിറ്റുവേഷനിലാണ് അവരെയും എന്ത് ചെയ്യേണ്ടത്? നമ്മൾ പഠിപ്പിക്കേണ്ടത്. അതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, ഇല്ലേ? ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇതെന്തിനു സഹായിക്കും? അവരിൽ സോഷ്യൽ സ്കിൽസും അതേപോലെ കോൺഫിഡൻസും ഈക്വാലിറ്റിയും എല്ലാം ഡെവലപ്പ് ചെയ്യാൻ ഈ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത്? എലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ. എങ്ങനെയായിരിക്കണം? എലോങ് വിത്ത് അതർ നോർമൽ ചിൽഡ്രൻ. ഓക്കെ ആണോ? ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Development is the never ending process. This idea is associated with.
എന്താ പറഞ്ഞിരിക്കുന്നത്? വികസനം ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, അവസാനിക്കുന്നില്ല. ഇല്ലേ? വികസനം അവസാനിക്കാത്ത ഒരു പ്രക്രിയയാണ് എന്നത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം. അത് ആ ക്വസ്റ്റ്യനിൽ തന്നെ ഉണ്ട് ഏത് പ്രിൻസിപ്പിൾ ആണെന്നുള്ളത്. ഇല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി ആണ് ആൻസർ. കണ്ടിന്യൂറ്റി. അപ്പോൾ ഈ പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് എന്താണ്? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. ഇല്ലേ? ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ് ആണ്. അവിടെ എന്താണ്? ഇറ്റ് ഡസൻ സ്റ്റോപ്പ് അറ്റ് എനി സ്റ്റേജ്. ഇല്ലേ? ഒരിക്കലും ഇതെന്ത് ചെയ്യുന്നില്ല, ഒരു സ്റ്റേജിലും ഇത് അവസാനിക്കുന്നില്ല. വികസനം, ഇല്ലേ? അപ്പോൾ ഇത് ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ, സോഷ്യൽ, ഈ രീതിയിലെല്ലാം എന്തുണ്ടാവുന്നു? ഡെവലപ്മെന്റ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് ത്രൂ ഔട്ട് ദ ലൈഫ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇല്ലേ? അതേപോലെ ഈച്ച് സ്റ്റേജ് ഓഫ് ഡെവലപ്മെന്റ് ബിൽഡ്സ് അപ്പോൺ ദി പ്രീവിയസ് വൺ. ഓരോ സ്റ്റേജിലെയും ഓരോ ഘട്ടത്തിന്റെയും വികസനം അടുത്ത ഘട്ടത്തിന്റെ അടിസ്ഥാനമാണ്. ഇല്ലേ? ഇപ്പൊ ഉദാഹരണം പറയാനാണെങ്കിൽ എ ചൈൽഡ് ലേൺ ടു വാക്ക്, ദെൻ ടു റൺ ആൻഡ് ലേറ്റർ ടു പ്ലേ സ്പോർട്സ്. അല്ലെ? ആദ്യം കുട്ടി എന്താ ചെയ്യുന്നത്? നടക്കാൻ പഠിക്കുന്നു. ഇല്ലേ? പിന്നീട് അവൻ ഓടുന്നു. പിന്നീടാണ് അവൻ എന്ത് ചെയ്യുന്നത്? സ്പോർട്സില്, കളികളിലൊക്കെ ഏർപ്പെടുന്നത്. അപ്പൊ ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇതൊരിക്കലും ഒരു എന്താണ്, എവിടെയും ഇത് അവസാനിക്കുന്നില്ല. ഇല്ലേ? ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അടുത്ത ചോദ്യം, ദ എംഫസിസ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ് ക്യാൻ ബി ഷിഫ്റ്റഡ് ഫ്രം. എന്താ പറഞ്ഞിരിക്കുന്നത്? അധ്യാപനത്തിൽ നിന്നും എന്തിലേക്കാ? പഠനത്തിലേക്കുള്ള പ്രാധാന്യം മാറ്റാൻ കഴിയുന്നത് താഴെ പറയുന്നതിൽ ഏത് വഴിയാണെന്നാണ് ചോദ്യം. ദ എംഫസിസ് ഫ്രം ടീച്ചിങ് ടു ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അധ്യാപനത്തിൽ നിന്നും പഠനത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന, താഴെ അതിന്റെ പ്രാധാന്യത്തെ മാറ്റാൻ കഴിയുന്നത് ഏതാണെന്നാണ് ചോദ്യം. അപ്പം adopting child-centered pedagogy, encouraging rote learning, adopting frontal teaching, focusing on examination result. എന്താ പറഞ്ഞത്? ശിശു കേന്ദ്രീകൃത രീതി സ്വീകരിച്ചുകൊണ്ടാണോ? എൻകറേജിങ് റോട്ട് ലേണിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഓർമ്മ പാഠം അത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണോ? അതേപോലെ അഡോപ്റ്റിംഗ് ഫ്രോണ്ടൽ ടീച്ചിങ് എന്ന് പറയുമ്പോൾ മുന്നിലിരുന്ന് അധ്യാപകൻ മാത്രം പഠിപ്പിക്കുന്ന രീതിയാണോ? അതോ എക്സാമിനേഷന്റെ റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണോ? ഇല്ലേ? പരീക്ഷാ ഫലങ്ങൾക്ക് മുൻഗണന നൽകിക്കൊണ്ടാണോ? എന്തായിരിക്കും? ഇതിനകത്ത് സംശയമൊന്നും വേണ്ട. ടീച്ചിങ് ടു ലേണിംഗ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ഇല്ലേ? അധ്യാപനത്തിൽ നിന്ന് പഠനത്തിലേക്ക് പ്രാധാന്യം മാറ്റാൻ കഴിയണമെങ്കിൽ ഏതാണ്? അഡോപ്റ്റിംഗ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇല്ലേ? എങ്ങനെയാണ് അഡോപ്റ്റിംഗ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി? കാര്യം എന്താണ്? അധ്യാപകൻ പഠിപ്പിക്കുന്നതിലല്ല, കുട്ടി എങ്ങനെ പഠിക്കുന്നു എന്നതിലാണ് കാര്യം. അധ്യാപകൻ പഠിപ്പിക്കുന്നതിലല്ല, കുട്ടി എങ്ങനെ പഠിക്കുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് ശിശു കേന്ദ്രീകൃതം, ചൈൽഡ് സെന്റേർഡ് പെഡഗോജിയിലാണ് ഇത് നടക്കുന്നത്. കുട്ടിയുടെ പഠന രീതി നമുക്ക് ശരിക്കും ഇത് ചെയ്യാൻ കഴിയുന്ന, അവന്റെ താല്പര്യത്തിനനുസരിച്ച് കുട്ടിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് വേണം പഠിപ്പിക്കാൻ. ഇല്ലേ? അപ്പോൾ ഇതിൽ കുട്ടി എങ്ങനെയായിരിക്കും? ചൈൽഡ് സെന്റേർഡ് ആയിരിക്കുമ്പോൾ കുട്ടി എങ്ങനെയായിരിക്കും? സജീവമായിട്ട്, ആക്റ്റീവായിട്ടായിരിക്കും കാര്യങ്ങൾ പഠിക്കുന്നത്. പിന്നെന്താണ്? അവന് ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതേപോലെ സജീവ പങ്ക്, ആക്റ്റീവ്ലി അവര് അങ്ങനെയായിരിക്കും, പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ഇല്ലേ? മറ്റുള്ളവയെല്ലാം തന്നെ എന്താണ്? ബാക്കി തന്നിരിക്കുന്ന ഓപ്ഷനിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കുട്ടിയെ എന്താണ്? പാസീവ് ലേണിംഗിലേക്ക് നയിക്കും. അതായത് നിഷ്ക്രിയ പഠനത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോൾ ഏതാണ്? അഡോപ്റ്റിംഗ് ചൈൽഡ് സെന്റേർഡ് പെഡഗോജി എന്നുള്ളതാണ് ആൻസർ. അപ്പൊ ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇങ്ങനെ ഓരോ ദിവസവും എന്ത് ചെയ്യും? നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് എന്താണ്, നെറ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം, JRF എന്ന നിങ്ങളുടെ സ്വപ്നം സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. എല്ലാവരും ക്ലാസ് കാണുക, വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പോവുക. ഓക്കെ? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് എന്തൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും നന്ദി.